ഇലക്ഷനിൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് നോട്ട അഥവാ നിഷേധ വോട്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ അവസാനം കാണുന്ന വോട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ നിഷേധ വോട്ട് എന്താണ്, എങ്ങനെ, എന്തിനു വന്നു എന്നുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പലർക്കും അറിയില്ല. എന്തിനാണ് ബേസിക്കലി ഇങ്ങനെ ഒരു നിഷേധ വോട്ട് അവതരിപ്പിച്ചത്? ഇപ്പൊ നോട്ട വന്ന ചരിത്രം നോക്കുകയാണെങ്കിൽ 2009 പാർലമെന്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന അനുഭവിച്ചിരുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും കള്ള വോട്ടായിരുന്നു ഒരു പ്രധാനമായിട്ടും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നത്. ഈ കള്ള വോട്ടെല്ലാം നടന്ന് ഇലക്ഷന് പങ്കെടുക്കാത്തവർ, അതായത് വോട്ട് ചെയ്യാത്തവരുടെ പേരിലായിരുന്നു. ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒരു സർവേ നടത്തി, ആളുകൾ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാത്തത് എന്നുള്ളത്. അതിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ആരെയും താല്പര്യമില്ലാത്തതിനാലാണ് വോട്ട് ചെയ്യാതിരുന്നത് എന്നാണ്. ഇപ്പൊ നോട്ടയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? നൺ ഓഫ് ദി എബോ എന്നാണ്. അതായത് മുകളിലുള്ള ആർക്കും എന്റെ വോട്ടില്ല എന്നാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. വോട്ടർമാരുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനായിട്ട് 2013 സെപ്റ്റംബറിൽ വോട്ടർമാർക്കായി നോട്ട ഓപ്ഷൻ അവതരിപ്പിക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 2004 പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, അതായത് PUCL, വോട്ടർമാരുടെ രഹസ്യാവകാശം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്കായിട്ട് ECIക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാലും അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചാലും രണ്ട് സാഹചര്യങ്ങളും രഹസ്യം പാലിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നോട്ട 2,02,212 വോട്ടുകളാണ് നേടിയത്. അതായത് 11,60,627 വോട്ടുകൾ നേടി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി ശങ്കർലാൽ വാനിയുടെ തൊട്ടു പിന്നിലാണ് നോട്ട വോട്ടുകൾ. അതായത് ഇൻഡോറിൽ BJPയുടെ ശങ്കർലാൽ വാനിയുടെ 10.9 ലക്ഷം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതെന്താണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഏപ്രിൽ 29 ഇൻഡോർ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം, അതുപോലെ തന്നെ BJP മന്ത്രി കൈലാഷ് വിജയവർഗിയ, നിയമസഭാംഗം രമേശ് മെന്റോള എന്നിവർക്കൊപ്പം ഇൻഡോർ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് പിന്നാലെയാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. അക്ഷയ് കാന്തി ബാം പിന്നീട് BJPയിൽ ചേർന്നു. അത് തന്നെ സിറ്റിംഗ് MP ശങ്കർലാൽ വാനി ആവർത്തിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഗോപാൽഗഞ്ച് ലോക്സഭാ സീറ്റിൽ 51,660 നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തി. മണ്ഡലത്തിൽ പോൾ ചെയ്ത മൊത്തം വോട്ടിന്റെ ഏകദേശം 5% നോട്ടയായിരുന്നു. അതുപോലെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നീലഗിരിയിൽ നോട്ടയ്ക്ക് 46,559 വോട്ടുകൾ രേഖപ്പെടുത്തി. അത് ആ മണ്ഡലത്തിൽ പോൾ ചെയ്ത മൊത്തം വോട്ടിന്റെ 5% തന്നെയായിരുന്നു. പോയ വർഷങ്ങളിലെ എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ വർഷം നോട്ട വോട്ട് സാന്നിധ്യം മധ്യപ്രദേശിൽ പ്രതിഫലിച്ചത്. ഈ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നോട്ടയ്ക്ക് നിയമപരമായ അനന്തരഫലങ്ങളൊന്നുമില്ല. ഒരു സീറ്റിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നോട്ടയ്ക്ക് പോൾ ചെയ്താലും ഇപ്പം ഏറ്റവും കൂടുതൽ വിജയിച്ച രണ്ടാമത്തെ സ്ഥാനാർത്ഥി ഉണ്ടാകുമല്ലോ, അവരവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇൻഡോറിലെ ഫലം വന്നപ്പോൾ മറ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും ഇത് സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് അസാധുവായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പരിഗണനയിലുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ നോട്ടയുടെ സാധ്യത കൂടുന്നതോടുകൂടി ഇനിയുള്ള എല്ലാ ഇലക്ഷനുകളിലും ഇത് പ്രതിഫലിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്പീഡായി